12ാം ക്ലാസ് പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിൽ CBSEയുടെ വെബ് പോർട്ടലിന് സുരക്ഷാനുമതി. IIT-കളുടെ സുരക്ഷാ അവലോകന യോഗത്തിലാണ് തീരുമാനം. അതേസമയം നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ കർശന നടപടിയാണ് NTA സ്വീകരിച്ചത്. ഓൺ സ്ക്രീൻ മാർക്കിംഗിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് പുനർമൂല്യനിർണ്ണയത്തിൽ നിന്ന് കരാർ കമ്പനിയായ കോയംറ്റിനെ ഒഴിവാക്കി സ്വന്തം പോർട്ടലിൽ തന്നെ പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള CBSEയുടെ തീരുമാനം. പുനർമൂല്യനിർണ്ണയത്തിനായുള്ള CBSEയുടെ പോർട്ടലിന് IIT-കളുടെ സുരക്ഷാ അനുമതി ലഭിച്ചു. മദ്രാസ്, കാൺപൂർ IIT സംഘം 10 ദിവസത്തിലേറെ എടുത്തു നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് CBSE പോർട്ടലിന് അനുമതി നൽകിയത്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി IIT-കൾ വ്യക്തമാക്കി. പിന്നാലെ പരീക്ഷാ അനുബന്ധ ഡാറ്റകളും ഉത്തരക്കടലാസ് രേഖകളും CBSEയുടെ സെർവറുകളിലേക്ക് മാറ്റി. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ തടയാൻ കർശന നടപടികളാണ് NTA സ്വീകരിച്ചിരിക്കുന്നത്. ഫോണും ഇന്റർനെറ്റുമില്ലാത്ത അടച്ചിട്ട കേന്ദ്രത്തിലാണ് അധ്യാപകരും പരിഭാഷപ്പെടുത്തുന്നവരുമുള്ളത്. പ്രത്യേക അനുമതിയുള്ളവർക്ക് മാത്രമേ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. ജൂൺ 21-ന് പരീക്ഷ കഴിയുന്നതുവരെ ഇവർക്ക് പുറത്തുപോകാൻ അനുമതിയില്ല. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.